Hi everyone, welcome to the topic of airline geography. ഇനി എയർലൈൻ ജോഗ്രഫിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് നമുക്ക് ജോഗ്രഫി എന്താണെന്ന് കാണാം. What do you mean by geography? ജോഗ്രഫി എന്നുള്ള വേർഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ജിയോ പ്ലസ് ഗ്രഫി. That means geo means world and graphy means study. That means geography means the study of the world. ഇനി എയർലൈൻ ജോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ എയർലൈൻ ജോഗ്രഫി എന്ന് പറയുന്നത് എയർലൈനുമായിട്ട് ബന്ധപ്പെട്ട വേൾഡിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ വേരിയസ് എയർപോർട്ട്സ് ഉണ്ടാവും, സിറ്റീസ് ഉണ്ടാവും, നേഷൻസ് ഉണ്ടാവും, കൺട്രീസ് ഉണ്ടാവും, അതുമായിട്ട് റിലേറ്റ് ചെയ്യിക്കുന്ന എയർലൈൻ്റെ കാര്യങ്ങളുണ്ടാകാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് എയർലൈൻ ജോഗ്രഫി. ഇനി എയർലൈൻ ജോഗ്രഫി ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അയാട്ടയാണ്. അയാട്ട ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് എയർലൈൻ ജോഗ്രഫി നമ്മൾ മൂവ് ചെയ്യുന്നത്. IATA means is a non-political and voluntary association, and it's organized in 1990 by the 6 airlines. എയർ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്ന നോൺ പൊളിറ്റിക്കൽ വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്, അസോസിയേഷൻ ആണ് IATA എന്ന് പറയുന്നത്. ഇനി നമുക്ക് എയർലൈൻ ജോഗ്രഫി രണ്ട് തരത്തിലുണ്ട്. ഇന്റർനാഷണൽ എയർലൈൻ ജോഗ്രഫിയും ഡൊമസ്റ്റിക് എയർലൈൻ ജോഗ്രഫിയും ഉണ്ട്. ഓക്കെ, ഇന്റർനാഷണൽ ദ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്റർനാഷണൽ ട്രാവൽ മീൻസ് എയർ ട്രാവൽ വിത്ത് ഓൾ ദ വേൾഡ്. ദ ഡൊമസ്റ്റിക് എയർലൈൻ ജോഗ്രഫി മീൻസ് ട്രാവൽ വിതിൻ ദ ബൗണ്ടറി ഓഫ് എ കൺട്രി. നമ്മുടെ ഇന്ത്യൻ ഡൊമസ്റ്റിക് ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ വിതിൻ ദ ഏരിയ ഓഫ് അവർ ബൗണ്ടറി. ഓക്കെ, അതുപോലെ ഓരോ രാജ്യത്തിനും വ്യത്യാസപ്പെട്ടിരിക്കും ഈ എയർലൈൻ ഡൊമസ്റ്റിക് ജോഗ്രഫി എന്ന് പറയുന്നത്. അയാട്ട മെയിനായിട്ടും നമ്മുടെ വേൾഡിനെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു. അതിനെ ട്രാഫിക്, കോൺഫറൻസ്, ഏരിയ എന്നാണ് അറിയപ്പെടുന്നത്. 3 ഏരിയാസ് ആണ് നമുക്കുള്ളത്: TC1, TC2 ആൻഡ് TC3. TC മീൻസ് ട്രാഫിക് കോൺഫറൻസ്. ട്രാഫിക് കോൺഫറൻസ് ഏരിയ 1, ട്രാഫിക് കോൺഫറൻസ് ഏരിയ 2 ആൻഡ് ട്രാഫിക് കോൺഫറൻസ് ഏരിയ 3. ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. ഇനി ഏരിയ 1-ലുള്ളത് ഗ്രീൻലാൻഡ്, നോർത്ത് അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. 2-ൽ വരുന്നത് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക. 3-ൽ വരുന്നത് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ. കോണ്ടിനെന്റ് വൈസ് പറയുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിവിഷൻസ് ഉള്ളത്. നമുക്ക് ഓരോന്നും കാണാം ഏതൊക്കെയാണ് ഏരിയ 1, 2, 3 എന്നുള്ളത്. ട്രാഫിക് കോൺഫറൻസ് ഏരിയ 1 എന്ന് പറയുന്നത് നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക, സൗത്ത് അമേരിക്കൻ, കരീബിയൻ ഐലൻഡ്സ് ഇത് 3 അടങ്ങുന്നതാണ്. ഇവിടെ നോർത്ത് അമേരിക്ക ഉണ്ട്, നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും മിഡിലായിട്ടാണ് സെൻട്രൽ അമേരിക്ക ഉള്ളത്. സെൻട്രൽ അമേരിക്കയുടെ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷനോട് ചേർന്നിട്ടാണ് കരീബിയൻ ഐലൻഡ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇതിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നോർത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ, മിഡ് അറ്റ്ലാന്റിക് സബ് ഏരിയ, സൗത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ എന്ന് പറഞ്ഞ് വേറെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ സൗത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയയ്ക്ക് വേറൊരു പേരും കൂടെ പറയുന്നുണ്ട്, ABCPU കൺട്രീസ്. ദാറ്റ് മീൻസ് അർജന്റീന, ബ്രസീൽ, ചിലി, പരാഗ്വേ ആൻഡ് ഉറുഗ്വേ. ഇതിനെ പറയുന്നതാണ് ABCPU കൺട്രീസ്. വേറൊരു പേരും പറയും സൗത്ത് അറ്റ്ലാന്റിക് സബ് ഏരിയ എന്ന് പറയും. ഓക്കെ, ഇനി ഓരോ കോണ്ടിനെന്റും അവിടെയുള്ള നോർത്ത് അമേരിക്കയിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് വരുന്നത്, അല്ലെങ്കിൽ സൗത്ത് അമേരിക്കയിൽ എവിടെയൊക്കെ ഏതൊക്കെ കോണ്ടിനെന്റ് കാര്യങ്ങളുമാണ് വരുന്നത്, സബ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നോർത്ത് അമേരിക്ക, കാനഡ ഈ ഡാർക്ക് ഗ്രീൻ ആണ്, USA ലൈറ്റ് ഗ്രീൻ, ആൻഡ് മെക്സിക്കോ, സെന്റ് മേരി ആൻഡ് മിക്കുലൻ എന്ന് പറയുന്ന ഐലൻഡ്സ്. ഇത്രയുമാണ് നോർത്ത് അമേരിക്കയിൽ വരുന്നത്. നിങ്ങൾക്ക് മാപ്പ് കറക്റ്റായിട്ട് വെച്ച് തരുന്നത് ഓരോ സ്ഥലങ്ങളും ഏതൊക്കെയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഇനി സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത് ഈ സൗത്ത് അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും സെൻട്രൽ പോർഷനിൽ ഒരു വാല് പോലെ കിടക്കുന്നതാണ് സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത്. കോസ്റ്ററിക്ക, ബ്രസീല്, ഗ്വാട്ടിമാല, ഹോണ്ടുറാസ്, നിക്കരാഗ്വ എന്നൊക്കെ പറയുന്ന കുറച്ച് ചെറിയ രാജ്യങ്ങളാണ് ഈ പറയുന്ന പസഫിക് ഓഷനും കരീബിയൻ സീയുടെയും ഇടയിൽ കിടക്കുന്ന ഒരു ദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം. ദ്വീപ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം രണ്ട് സൈഡിലും വേറെ രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നെങ്കിൽ പോലും ഈ രാജ്യങ്ങളുടെ ഏകദേശം രണ്ട് സൈഡിലും കടലുകളാണ്.
കടലാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. പസഫിക് ഓഷനും കറീബിയൻ സീയുടെയും ഇടയ്ക്ക് കിടക്കുന്ന ഏരിയ ആണ് ഈ പറയുന്ന സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത്. ദെൻ സൗത്ത് അമേരിക്കൻ പോർഷൻ എന്ന് പറയുന്നത് അർജന്റീന, ഇക്വഡോർ, പെറു, ബൊളീവിയ, സുരിനാം, ബ്രസീൽ എന്നൊക്കെ പറയുന്ന സൗത്ത് അമേരിക്കൻ പോർഷൻസ് ഉണ്ട്. ഇത് മൂന്നുമാണ് മെയിനായിട്ടും TC1 എന്ന് പറയുന്ന ഏരിയ. TC1-ലുള്ളത് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ആൻഡ് കരീബിയൻ ഏരിയ. കരീബിയൻ ഏരിയ എന്ന് പറയുന്നത് കരീബിയൻ സീയിലുള്ള കുറെ കുഞ്ഞു ഐലൻഡ്സ് ആണ് കരീബിയൻ ഏരിയ എന്ന് പറയുന്നത്. കരീബിയൻ സീയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കുറെ ചെറിയ ഐലൻഡ്സ് ആണ്. നമ്മൾ പറയുന്ന ബർമുഡ ട്രയാങ്കിളും ഒക്കെ ഈ ഒരു പോർഷനിൽ സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ബഹാമസ്, ബർമുഡ, ഗനിയ, ഫ്രഞ്ച് ഗനിയ, സുരിനാം, കരീബിയൻ ഐലൻഡ്സ്. കരീബിയൻ ഐലൻഡ്സ് പറയുന്നത് ഇറ്റ്സ് എ amalgamation of number of islands. Dominican Republic, Netherlands, St. Kitts and Nevis, ഹെയ്ത്തി, സെന്റ് വിൻസെന്റ് ഐലൻഡ്സ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ഐലൻഡ്സുകളുടെ ഒരു മിക്സ് ആണ് കരീബിയൻ ഐലൻഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 4 ഏരിയയാണ് TC1 ഉള്ളത്. ഇനി TC2 പറയുകയാണെങ്കിൽ, TC2 എന്ന് പറയുന്നത് സെൻട്രൽ പോർഷൻ ആണ്. സെൻട്രൽ പോർഷൻ നമുക്കറിയാം, ഒരു സൈഡിൽ നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും സൈഡിലായിട്ട് അറ്റ്ലാന്റിക് ഓഷൻ ഉണ്ട്, ഒരു സൈഡിൽ ഏഷ്യ ഉണ്ട്. അതിന് രണ്ടിനും കൂടെ ഇടയിൽ കിടക്കുന്ന യൂറോപ്പും മിഡിൽ ഈസ്റ്റും ആഫ്രിക്കയും കൂടെ ചേർന്ന പ്രദേശമാണ് TC2 എന്ന് പറയുന്നത്. ഇനി യൂറോപ്യൻ കൺട്രി ഏതൊക്കെയാണ്, മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഏതൊക്കെയാണ്, ആഫ്രിക്കൻ കൺട്രി ഏതൊക്കെയാണ്, ഇന്ത്യൻ ഓഷൻ ഐലൻഡ്സിൽ വരുന്ന കൺട്രീസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മെയിനായിട്ട് സബേരിയ എന്ന് പറയുന്നത് യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്. ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ സബേരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈസ്റ്റ് സെൻട്രൽ ആഫ്രിക്ക, ഈസ്റ്റേൺ ആഫ്രിക്ക, സദേൺ ആഫ്രിക്ക, ലിബിയ, ഇന്ത്യൻ ഓഷൻ ഐലൻഡ്സ്, വെസ്റ്റേൺ ആഫ്രിക്ക. ഇങ്ങനെ ആഫ്രിക്കൻ കൺട്രീസിനെ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ ഒരു 6 ഡിവിഷനിലൂടെയാണ് കാണിക്കുന്നത്. സബേരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ആഫ്രിക്കനെ മാത്രം 6 സബേരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി യൂറോപ്പിനെ നോക്കാം. യൂറോപ്പിൽ മെയിൻലി യൂറോപ്പിനെ 3 കോമൺലി യൂസ്ഡ് സബ് ഗ്രൂപ്പ്സ് ആണ് മെയിനായിട്ട് യൂറോപ്പിനുള്ളത്. യൂറോപ്യൻ കോമൺ ഏവിയേഷൻ ഏരിയ, അല്ലെങ്കിൽ രണ്ടാമത്തത് എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ ആൻഡ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇത് മൂന്നുമാണ് നമുക്ക് 3 സബ് ഡിവിഷൻസ് ഉള്ളത്. ഒന്ന് ഓസ്ട്രിയ, ബെൽജിയം, ഡെൻമാർക്ക്, ഫിൻലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. ഇതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഗ്രൂപ്പുകളിലും സെയിം രാജ്യങ്ങൾ വരാം. ഇവന് യൂറോപ്യൻ കോമൺ ഏവിയേഷൻ ഏരിയയിൽ ഫിൻലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയനിൽ ഫിൻലാൻഡ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം ഡെൻമാർക്ക് അല്ലെങ്കിൽ നോർവേ, സ്വീഡൻ, ഈ പറയുന്ന 3 രാജ്യങ്ങളെ സ്കാൻഡിനേവിയൻ കൺട്രീസ് എന്ന് അറിയപ്പെടുന്നത്. സ്കാൻഡിനേവിയൻ വിസ പോലുമുണ്ട്. സ്കാൻഡിനേവിയൻ വിസ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ കൺട്രീസിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഒരു വിസയിലൂടെ തന്നെ യാത്ര ചെയ്യാൻ പറ്റുന്ന രാജ്യമാണ് സ്കാൻഡിനേവിയ എന്ന് പറയുന്നത്. ഇനി യൂറോപ്പിന്റെ മാപ്പ് നോക്കാം. ഇതാണ് യൂറോപ്പിന്റെ മാപ്പ്. അൽബേനിയ, അൾജീരിയ, അഡോറ, അർമേനിയ, ഓസ്ട്രിയ, ഇങ്ങനെ യൂറോപ്യൻ യൂണിയനിലുള്ള ഏതൊക്കെ രാജ്യങ്ങളാണോ യൂറോപ്പ് എന്ന് പറയുന്ന കൺട്രീസിൽ വരുന്നത്, ഇതൊക്കെയാണ് ഈ മാപ്പിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, റഷ്യ കാണാം. റഷ്യ ഇൻ യൂറോപ്പും ഉണ്ട്, റഷ്യ ഇൻ ഏഷ്യയും ഉണ്ട്. റഷ്യ ഇൻ യൂറോപ്പിൽ വരുന്നത് മോസ്കോ ഒക്കെ വരുന്നത് റഷ്യ ഇൻ യൂറോപ്പിലാണ്. മോസ്കോ വരെയുള്ള രാജ്യങ്ങൾ വരുന്നത് യൂറോപ്പ് ഇൻ റഷ്യയിലാണ്. ആൻഡ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം. മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗൾഫ് കൺട്രി എന്ന് പൊതുവെ അറിയപ്പെടുന്ന രാജ്യമാണ് മിഡിൽ ഈസ്റ്റ്. ബഹ്റിൻ, ഈജിപ്ത്, ഇറാൻ, ഇസ്രായേൽ, ഇറാഖ്, ജോർദാൻ, കുവൈറ്റ്, ലെബനോൺ, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, സിറിയ തുടങ്ങിയ രാജ്യങ്ങളാണ്. UAE തുടങ്ങിയ രാജ്യങ്ങളാണ് ഇതിൽ വരുന്നത്. UAE എന്ന് പറയുന്നത് അബുദാബി, അജ്മാൻ, ദുബായ്,
ആൻഡ് ഷാർജ തുടങ്ങിയ രാജ്യങ്ങളെയെല്ലാം യമൻ തുടങ്ങിയ ആൻഡ് യമൻ ഇതിലല്ല, UAE-യിലല്ല വരുന്നത്. യമൻ സെപ്പറേറ്റ് രാജ്യമാണ്. ഈ രാജ്യങ്ങളെ എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്നതാണ് UAE എന്ന് പറയുന്നത്. ഓക്കെ, 7 രാജ്യങ്ങളാണ് UAE-യിൽ പൊതുവെ വരുന്നത്. ഇനി ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, യൂറോപ്പ് ഗൾഫ് കൺട്രീസ് ആണ്. ഇതിൽ ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കൻ കൺട്രിയാണ്. ഈ ആഫ്രിക്കൻ കൺട്രിയും എയർലൈൻ്റെ കൺസിഡറേഷനിൽ മിഡിൽ ഈസ്റ്റിലാണ് പറയുന്നത്. നിങ്ങൾ എന്താ പറയുക, ഹോളി ലാൻഡ് വിസിറ്റ്, ക്രിസ്ത്യൻസിൻ്റെ ഹോളി ലാൻഡ് വിസിറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ നമുക്കതിൽ കാണാൻ പറ്റും ഈജിപ്തും കൂടിയുള്ള യാത്ര അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഈജിപ്ത് ആഫ്രിക്കൻ കൺട്രി ആണ് എങ്കിൽ പോലും എയർലൈൻ കൺസിഡറേഷനിൽ വരുമ്പോൾ ഈജിപ്ത് മിഡിൽ ഈസ്റ്റിൻ്റെ പോർഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആൻഡ് ആഫ്രിക്കൻ കൺട്രി, സെൻട്രൽ ആഫ്രിക്ക, ഈസ്റ്റേൺ ആഫ്രിക്ക, സദേൺ ആഫ്രിക്ക, ലിബിയ, ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ്, വെസ്റ്റേൺ ആഫ്രിക്ക, ഇന്ത്യൻ ഓഷ്യനിലുള്ള മെഡഗാസ്കറും അതിനോടനുബന്ധിച്ചുള്ള മെഡഗാസ്കർ, കോസ്മോസ്, മൗറീഷ്യസ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സിലുള്ളത്. ഈ മാപ്പിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്ത്യൻ ഓഷ്യനിലെ ഐലൻഡ്സിൽ വരുന്നത്. ഇത്രയുമാണ് ആഫ്രിക്കൻ കൺട്രീസിൽ മെയിനായിട്ട് വരുന്നത്. സബ് ഏരിയ 3-ൽ വരുന്നത്, ട്രാഫിക് കോൺഫറൻസ് ഏരിയ 3-ൽ വരുന്നത് കംപ്ലീറ്റ് പസഫിക് ഓഷ്യനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഏരിയ 3 എന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടുന്നത് ഏരിയ 3-ലാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ എന്ന് പറയുന്നത് ഖൈറിസ്ഥാൻ, ലോവോസ്, ഫിലിപ്പൈൻസ്, ചൈന, തായ്ലൻഡ്, ഹോങ്കോങ്, സിംഗപ്പൂർ, ഇന്തോനേഷ്യ, ഇങ്ങനെ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം, അതായത് ചൈനയുടെ താഴെ വരുന്ന ഓസ്ട്രേലിയയുടെ മുകളിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന രാജ്യങ്ങളെല്ലാം കൂടിയാണ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ താഴെ, ഇന്ത്യയുടെ സൈഡിലായിട്ട് ചൈനയ്ക്ക് താഴെ ഓസ്ട്രേലിയയുടെ മുകളിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, ജാവ, സുമാത്ര, ബാലി തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ഇതിൽ വരുന്ന രാജ്യങ്ങളാണ്. ഇനി ഇതിൽ പറയുന്ന ഫസ്റ്റ് വൺ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സബ് ഏരിയ ആണ്. ദെൻ സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ് ഏരിയ, ജപ്പാൻ, കൊറിയ ആൻഡ് സൗത്ത് വെസ്റ്റ് പസഫിക്. ഇനി സൗത്ത് ഏഷ്യൻ കോണ്ടിനെന്റ് ഏരിയ നോക്കാം. സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാലദ്വീപ്സ്, ശ്രീലങ്ക, ഭൂട്ടാൻ ഒക്കെ അടങ്ങുന്ന നമ്മളുമായിട്ട് ഇന്ത്യയും ആൻഡ് അഡ്ജസന്റ് കൺട്രീസുമാണ് ഏത് സൗത്ത് ഏഷ്യൻ സബ് കോണ്ടിനെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ജപ്പാൻ, കൊറിയ, ഇതിൽ വേറൊന്നും വരുന്നില്ല. ചൈനയുടെ സൈഡിലായിട്ട് ജപ്പാനും കൊറിയയും മാത്രമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ ആണ്. ദെൻ സൗത്ത് വെസ്റ്റ് പസഫിക് ഏരിയ, അതായത് ഓസ്ട്രേലിയയുടെ ഒരു എന്താ പറയുക ഈസ്റ്റേൺ സൈഡിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന, പസഫിക് ഓഷ്യനിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കുറേ ഐലൻഡ്സ് ആണ് സൗത്ത് വെസ്റ്റ് പസഫിക് സബ് ഏരിയ എന്ന് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് നമ്മുടെ വേൾഡ് ജോഗ്രഫിയിൽ വരുന്ന കാര്യങ്ങൾ. ഇതിൽ നമുക്ക് ഒന്നും കൂടി ഒന്ന് റിമൈൻഡ് ചെയ്യാം. വേൾഡ് ജോഗ്രഫി എന്ന് പറയുന്നത് നമ്മുടെ ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യങ്ങളൊക്കെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ നമുക്ക് നോക്കാം. നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത് മെയിനായിട്ടും കാനഡയും USA-യും മെക്സിക്കോയും അടങ്ങുന്ന ഏരിയ ആണ്. നോർത്ത് അമേരിക്ക, സെൻട്രൽ അമേരിക്ക ആൻഡ് സൗത്ത് അമേരിക്ക. നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും ഇടയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഏരിയ ആണ് സെൻട്രൽ അമേരിക്ക എന്ന് പറയുന്നത്. അതിനോട് സെൻട്രൽ അമേരിക്കയോട് തൊട്ടു ചേർന്ന് ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡിൽ കരീബിയൻ സീയിൽ ഉള്ള ഏരിയ ആണ് കരീബിയൻ ഏരിയ എന്ന് പറയുന്നത്. ഒരു സൈഡിൽ പസഫിക് ഓഷ്യനും മറ്റേ സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനുമാണ് ഏരിയ 1-ന്റെ രണ്ട് സൈഡിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇനി ഏരിയ 2 എന്ന് പറയുന്നത് ഒരു സൈഡിൽ അറ്റ്ലാന്റിക് ഓഷ്യനാണ്, യൂറോപ്പ് ഏറ്റവും ടോപ്പ് സൈഡിലാണ് യൂറോപ്പ് ഉള്ളത്.
യൂറോപ്യൻ കൺട്രീസ് എല്ലാം വരുന്നത് ടോപ്പ് സൈഡിലാണ്. റഷ്യയുടെ ഒരു സൈഡും യൂറോപ്പിന്റെ പോർഷനാണ്. ദെൻ സൗദി അറേബ്യ അടങ്ങുന്ന ഗൾഫ് കൺട്രീസ്. ദെൻ ആഫ്രിക്ക. യൂറോപ്പ്, ഗൾഫ് കൺട്രീസിനെ മിഡിൽ ഈസ്റ്റ് എന്നാണ് നമ്മൾ പറയുക. ദെൻ ആഫ്രിക്ക. ഇത് മൂന്നുമാണ് TC2-വിൽ വരുന്നത്. TC3-യിൽ വരുന്നത് നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന രാജ്യങ്ങൾ. റഷ്യയുടെ ഏഷ്യ പോർഷനിലുള്ള റഷ്യ, ദെൻ ചൈന, ഇന്ത്യ, ഓസ്ട്രേലിയ, ദെൻ ഇന്ത്യൻ ഓഷ്യനിൽ വരുന്ന ഐലൻഡ്സ് എല്ലാം. പെട്ടെന്ന് നിങ്ങൾ ഓർമ്മയുള്ള രാജ്യങ്ങൾ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഇന്തോനേഷ്യ, സിംഗപ്പൂർ ഒക്കെ ഇന്ത്യൻ ഓഷ്യൻ ഐലൻഡ്സ് ആണ്. ഈ ഏരിയ ഇതാണ് TC3 എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് വേൾഡിന്റെ ജോഗ്രഫി എന്ന് പറയുന്നത്. ഫോർ ദ കൺവീനിയൻസ് ഓഫ് എയർലൈൻ ട്രാവൽ നമ്മൾ ഇങ്ങനെ ഒരുപാട് സബ് ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. താങ്ക് യു ഫോർ ലിസണിങ് ദിസ് ടോപ്പിക്. ഓക്കെ.